ഓ ഇത് കുക്കുംബർ രാജപ്പ മാധവപ്പയും അവര് കന്നഡ കൃഷിക്കാരാ. 2 ഏക്കറിലാണ് ഇവരുടെ കൃഷി. ഞങ്ങൾ താമസിച്ച പോലെ താമസിക്കുന്ന സ്ഥലം അവിടെയാണ്. ബാലകൃഷ്ണൻ ചേട്ടൻ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ബത്തേരിയിൽ ഇത്രയും കൃഷി സ്ഥലം ഉണ്ടായിട്ട് ഇവിടെ ഒന്ന് കൃഷി ചെയ്യുന്നത്? നമ്മളെ ആ ഭാഗത്തെല്ലാം തന്നെ എന്താ പറയുക, നമുക്ക് മൃഗങ്ങളെ ശല്യങ്ങള് കുറച്ച് അതുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കാം. നമുക്ക് കറണ്ട് ചാർജ് കുറവല്ല, കൊടുക്കണ്ട. ഒരു കരവടക്കണ്ട. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മീറ്ററിന്റെ വാടകയും എല്ലാം കൂടെ നമുക്ക് ഇതെല്ലാം കൊണ്ട് കറണ്ട് ബില്ലൊക്കെ കൊടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയാലും ആന ഒന്നും കയറ്റൊക്കെ കൊണ്ടുപോവുകയും ചെയ്യും അല്ലേ? നിങ്ങളുടെ കൃഷി ഇവിടെ 2.5 ഏക്കർ, ഇവിടെ ഒരു 3.5 ഏക്കർ. 3.5 ഏക്കർ വാഴയാണ് കൃഷി അല്ലേ? നമുക്ക് അപ്പുറത്ത് ആ കൃഷിയിടത്തിലൊന്ന് പോയാൽ. ഓ ഇതിപ്പോ എത്ര നാളായി? 2.5 മാസമായി. 2.5 മാസം. എത്ര മാസം വളർത്തണം? നമുക്ക് ഒരു 7 മാസമെങ്കിലും വളരണം. 7 മാസം കഴിഞ്ഞാൽ 8-9 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാം. ഇത് നിയന്ത്രണമാണോ? നിയന്ത്രണം. സ്പ്രിംഗ്ലർ ആണ് അല്ലേ? അതെ. നിങ്ങളപ്പോ എത്ര ദിവസം കൂടുമ്പോ വരും? ഞങ്ങള് 3 ദിവസം കൂടുമ്പോ ഒന്ന് നനക്കണം. പിന്നെ വളം എന്താ ഇട്ട് കൊടുക്കും? ഇതുവരെ നമ്മൾ പൊടിവളം ഇട്ടിരുന്നു. ഈ കാണുന്ന വൈറ്റ് വളം. അത് കഴിഞ്ഞ് ഇനിയിപ്പോ ഞങ്ങള് പിന്നെ ട്രഞ്ചിങ് എന്ന് പറയും. ട്രഞ്ചിങ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കുന്നത്, വളവും എല്ലാം മിക്സ് ആക്കിയിട്ട് റൗണ്ട് കൂടെ ഒഴിക്കും. ഇവിടെ ഇത് നിങ്ങൾ വിലക്ക് മേടിച്ചാണല്ലോ? എത്ര ഒരു വർഷം? ഇവിടെ 35 പറഞ്ഞു. 35,000 രൂപ ഒരു വർഷം. ഒരു ഏക്കറിന് 14 മാസം. ഒരു വർഷവും 2 മാസം. 2 മാസം. ഈ 14 മാസം കൊണ്ട് ഒറ്റ വിളവെടുപ്പേ. 7 മാസല്ലേ പറഞ്ഞത്? ഇതിന് വളരെ തീരുമ്പോ നമുക്ക് ഏകദേശം അത്രയും വരും. അപ്പൊ ബാക്കിയുള്ള മാസങ്ങള് 5-10 കൊലകളെല്ലാം ബാക്കി ഉണ്ടാവും. ആ കൊലകൾ വെട്ടാൻ വേണ്ടിയുള്ള സമയമാണ് നമ്മൾ ഈ 14 മാസം നമ്മൾ പറയും. 14 മാസം പറയും. ഈ ഒരു ഏക്കറിന്നപ്പോ നിങ്ങൾക്ക് എന്ത് വരുമാനം കിട്ടും? 16-18 രൂപ കിട്ടുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കിലോക്ക് 16 അതെ അല്ലേ? അപ്പൊ എത്ര രൂപ കിട്ടും ഒരു വർഷത്തിൽ? നമുക്ക് 3.5-4 ലക്ഷം രൂപ നമുക്ക് ഒരു ഏക്കറിന്. അതിന് ചെലവും തോരം പോകും. 5 പേര് ഞങ്ങൾ ഒരുമിച്ച് പണിയെടുക്കുക. അപ്പൊ നമ്മളെ കൂലി കൂട്ടൂല നമ്മള്. അപ്പൊ ആ കൂലി കൂട്ടുമ്പോ നമുക്ക് ഏകദേശം ഒരു ഈക്വൽ ആയിട്ട് വരും. ഒരു ഏക്കർ നമുക്ക് ഒരു 1.40 1.5 ലക്ഷം രൂപ കൂലി അടക്കം വരും. അപ്പൊ 3 ഏക്കർ 4.5 ലക്ഷം, 7 ലക്ഷം രൂപ കിട്ടും ഒരു വർഷം എല്ലാം കഴിഞ്ഞിട്ട് അല്ലേ? ഓക്കെ. ഇവിടെ കൃഷി നശിച്ചു പോവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇൻഷുർ ചെയ്യണം. ഇൻഷുറൻസ് ഉണ്ട്. ഇതിപ്പോ വിളവെടുപ്പ് കഴിഞ്ഞതല്ലേ? വിളവെടുപ്പ് കഴിഞ്ഞാ കത്തിച്ചത് എന്താ? അത് ഒന്ന് പൂട്ടാൻ വേണ്ടിയാ. വളം വരാൻ വേണ്ടിട്ട്. ഈ വാഴക്കണ്ണ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? അപ്പൊ വാഴക്കണ്ണ് നമ്മൾ ഇതേപോലെ ഓരോ സൈറ്റിൽ പോയിട്ട് നമ്മൾ മേടിക്കും, നോക്കും. എത്ര രൂപ ഒരെണ്ണത്തിന്? 8 രൂപ കൊടുക്കണം. ശരിക്കും നമുക്കിവിടെ വാഴകൃഷി തുടങ്ങിയാലോ? ചെലവ് എങ്ങനെയാ വരിക? ചെലവ് ഏകദേശം നമ്മൾ കൊലവത്താനാകുമ്പോഴേക്കും ഒരു വാഴയ്ക്ക് ഒരു 160 രൂപ 170 രൂപ വരും. അപ്പൊ കൊല വിറ്റാൽ എത്ര രൂപ കിട്ടും? കൊല വിട്ടാൽ ഏകദേശം 20 രൂപ കണക്ക് കൂട്ടും നമുക്ക് ഒരു കിലോയ്ക്ക്. 15 കിലോ ആവറേജ് ഒരു വാഴക്കൊല ഉണ്ടാവും. അപ്പൊ ഒരു 300 രൂപ. ഒരു വാഴയ്ക്ക് 300 രൂപ. അപ്പൊ 160 മടക്കി കഴിഞ്ഞാൽ 300 എന്ന് വെച്ചാൽ 150 രൂപ കിട്ടിക്കും. ഒരു ഏക്കറിന്ന് നമ്മൾക്ക് 1200 വാഴ അല്ലേ? 1000. അപ്പൊ 1.5 ലക്ഷം രൂപ കിട്ടും. ഒരു കൊല്ലം കൊണ്ട് 1.5 ലക്ഷം രൂപ ഒരു ഏക്കറും വന്നു. എനിക്ക് 1.5 ലക്ഷം ഒന്നും പോരാ ഒരു കൊല്ലം കൊണ്ട്. കഴിഞ്ഞ വർഷം 40 രൂപ വെച്ചിട്ടുണ്ടായിരുന്നു. 40-48 രൂപയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേ നമുക്ക് ഒരു ഏക്കർ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിലെ ഈൽഡ് എങ്ങനെ നോക്കിയിട്ട് അത് ഈൽഡ് ഓക്കെ ആണെങ്കിൽ അടുത്ത പ്രാവശ്യം 5 ഏക്കർ ആക്കാം, 10 ഏക്കർ ആക്കാം. ഇതാണ് അച്ചുവേട്ടന്റെ ഷെഡ്. ഇതുപോലത്തെ ഒരു ഷെഡിലാണ് ഞങ്ങൾ ഇന്നലെ രാത്രി താമസിച്ചത്. ഇത് അതുപോലൊക്കെ തന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും കിടപ്പും ഒക്കെ ഇവിടെ തന്നെ. കിടന്നുറങ്ങാൻ തോന്നുന്നുണ്ട്. ഇന്നലെ ഞങ്ങളുടെ ഇവിടെ അടുത്ത് ട്രെയിൻ ഉണ്ടോ? ഇവിടെയാ ഉണ്ട് തോന്നല്ലേ? ഇന്നലെ രാത്രി ഇതിലൊരു ട്രെയിൻ പോയായിരുന്നു. അത് പല സ്റ്റേഷനുകളിൽ നിർത്തി പല കിരൺ ശരിക്ക് കർഷകനായി മാറി. ഇതിലൂടെ നടക്കുമ്പോൾ ഈ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തിന്റെ വാഴക്ക് ഇടവിളയായിട്ട് ഉള്ളി കൃഷി. അതിന്റെ ഇടയിൽ വിട്ടാ. പക്ഷെ ഇതെന്നറിയോ, അതിന്റെ ഇടയിൽ നമുക്ക് വർക്ക് പണിയെടുക്കാൻ പറ്റില്ല വാഴയുടെ ഇടയിലാകുമ്പോ. ഈ ഉള്ളിക്കാണെങ്കിൽ കുഴപ്പമില്ല. ഉള്ളി എത്ര കാലം കൊണ്ട് പാകാവും? ഇത് 2 മാസം കൊണ്ട് പറിക്കാം. അപ്പൊ വാഴ നടുന്നതിനോടൊപ്പം തന്നെ ഉള്ളി നടുക. ഉള്ളി 2 മാസം കൊണ്ട് പറിക്കാം. പിന്നെ വാഴ ഉള്ളിക്ക് എന്ത് വില കിട്ടും കിലോ? ഉള്ളിക്ക് ഇപ്പൊ വരുന്നത് 6 രൂപയല്ലോ ഒരു കിലോ. ഒരു കിലോക്ക് 6 രൂപ ഇവിടെ. ഈ സാധനം നമ്മൾ 50 രൂപ 60 രൂപ. അല്ലാഹുവേ. ഇത് അച്ചുവേട്ടൻ്റെ അല്ലല്ലോ? ഇത് വേറെ അല്ല, ഇവരെ സ്ഥലമാണ് ഞങ്ങൾ അച്ചുവേട്ടൻ എടുത്ത്. ഇത് ഇവരെ വീട്ടുകാരാണ്? ഇവരെ വീട്ടുകാരാണ്.
ಎಷ್ಟು ಏಕರ್ ಇದೆ ಟೋಟಲ್? 12 ഏക്കർ. 12 ഏക്കർ, 12 ಏಕರ್. വീഡിയോ പിടിക്കാൻ വന്നത് രാത്രിയിലെ ಅಲ್ಲಿ. ಇದು ಅಕ್ಕಂದ ವೀಡು. ನಿಮ್ಮ ಹೆಸರು ಏನಕ್ಕ? ಸರೋಜಮ್ಮ. ಒಳಗಡೆ ಹಾಕ್ತಾರ? ಓ ಮೈ ಗಾಡ್, ಲೈಟ್ ಹಾಕ್ತಾರಾ? ಆಕ್ಸಿಡೆಂಟ್ ಆಗಿ ಮೈಸೂರಲ್ಲಿದೆ, ಫೈನಲ್ ಕಾರ್ಡ್ ಇದಾಗಿತ್ತು. 6 ತಿಂಗಳಾಯ್ತು ಮೈಸೂರಲ್ಲಿದೆ. ಇನ್ನೂ ಅಂತ 2 ತಿಂಗಳು ಬೇಕು ಫ್ರೀ ನನಗೆ. 2 ತಿಂಗಳು. ನಿಮ್ಮ ಹೆಸರೇನು? സിദ്ധമല്ലപ്പ. ഇവരുടെ വീടിന്റെ തറ നോക്കി ലൈറ്റ് ഇതാ, കറണ്ട് ഇതാ? കറണ്ട് ഇല്ല. ഭയങ്കര ക്ലീൻ 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 വീട്. പഴയ ഇത് 2 ബെഡ്റൂമാ? 2 ബെഡ്റൂം. ഇതാണ് മക്കള്. ഇത് നീ അമ്മ? മൂത്ത മോളും ഭർത്താവും. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാല് മോള് പ്രിൻസിപ്പള്, മരുമകൻ തഹസിൽദാർ, അങ്ങനെ എല്ലാരും ഭയങ്കര പൊസിഷനിലാണ്. അവരിവിടെ എപ്പോഴും വരുമോ? ഇല്ല, ഇടക്കിടക്ക് വന്നു പോകുന്നു അല്ലേ? ഇത് നിമ്മ കിച്ചണാ? ഓക്കെ. ക്ലീൻ 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 ക്ലീൻ. നമ്മൾ അപ്രതീക്ഷിതമായി വന്നതാണ്, പക്ഷെ നോക്കിയ കിച്ചണൊക്കെ ഭയങ്കര ക്ലീൻ ആക്കി. പൂജാ റൂം. ഇതേനായിട്ട് സ്കൂട്ടർ ആക്സിഡന്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ് കേട്ടോ. ഈ ഇതും ഈ നിലവും എന്ത് സ്മൂത്താണല്ലേ, വെട്ടിത്തിളങ്ങുന്ന സ്മൂത്ത് ആയിട്ടുള്ളത്. ഇത് 2 ബെഡ്റൂമാണോ പ്രൊഡ്യൂസ് റൂമാണോ സ്റ്റോറേജ് ആണോ എന്നറിയില്ല. ചെറിയ ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ് ഒക്കെ സിറ്റിംഗ് ടോയ്ലറ്റ് ആണ്. 10 ദിവസം ഇരുന്ന് കഴിയുമ്പോ ആരോഗ്യമൊക്കെ ഒന്ന് മെച്ചപ്പെടും. ഇവിടെ പണിക്കാർക്ക് താമസിക്കാനൊക്കെ ആയിട്ട് സ്ഥലമുണ്ട്. ഇവിടുത്തെ ഒരു ചെറിയ ജന്മിമാരാണെന്നാണ് തോന്നുന്നത് കേട്ടോ. പേരമരുണ്ടല്ലോ, പേരൊക്കെ ഉണ്ടാവോ? പേരക്ക പഴുത്തിട്ടില്ല. പേരക്ക ഇതാണോ? ചെനച്ചത് കുറച്ചും കൂടി ആയതുണ്ടെങ്കിൽ പൊട്ടിക്കാം നമുക്ക്. അവരോട് ചോദിച്ചിട്ട് പൊട്ടിക്കാം കേട്ടോ. ഞാൻ ഇവിടെ കപ്പങ്ങ ഉണ്ട്. കപ്പങ്ങ ഒരെണ്ണം പൊട്ടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചോട്ടെ. ഇത്രയും വലുതാട്ടെ ഈ ചെറുത്. ഇവരുടെ ലൈഫൊന്നും ആലോചിച്ച് നോക്കിയല്ലേ. ഇവര് ലൈഫിൽ ഇവിടം വിട്ട് വേറെ എവിടെയും യാത്ര ചെയ്തിട്ടുണ്ടാവും, താമസിച്ചിട്ടുണ്ടാവില്ല. കുട്ടികളുണ്ടായി, 2 കുട്ടികളുണ്ടായി. അവരെ വളർത്തി പഠിപ്പിച്ച് വലുതാക്കി അവർ സിറ്റിയിലോട്ട് പോയി. ഇവരിവിടെ കൃഷി, ലീസിന് ഭൂമി കൊടുക്കുന്നു. അങ്ങനെ ഇവരിവിടെ ജീവിക്കുന്നു. വളരെ സിമ്പിൾ യെറ്റ് ഫ്രൂട്ട്ഫുൾ ലൈഫ്. ഇതുവരെ ഒരു പ്രതിഷ്ഠ അല്ലേ? അവരെ ഒരു വീടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി അവരിങ്ങനെ കാത്തുസൂക്ഷിക്കുന്നു. ഇതിപ്പോ കർണാടകയിൽ കടന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണാം ഇതുപോലെയുള്ള സംഗതികൾ. എല്ലാ വീട്ടിലും. ഇതാണ് ഗ്രാമങ്ങളിൽ പോയാലുള്ള. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. വെളുപ്പിന് ഓരോരുത്തരുടെ സ്ഥലത്ത് പോയി കപ്പങ്ങ ചോദിക്കാതെ പറിക്കാം. ഈ കുളം ഇവിടക്ക് ഇറിഗേഷന് വേണ്ടിട്ട് അല്ലേ? ഇതില് മീനുണ്ടാ? ഇല്ല, മീൻ ഉണ്ടാവില്ല. ഇവിടെ വെള്ളം അടിക്കാൻ വേണ്ടി അവര് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നവര്. നമ്മൾ ആ കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ 1-2 ദിവസം ചിലപ്പോൾ കറണ്ട് ഉണ്ടാവില്ല. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ വെള്ളം നമുക്ക് കൃഷിയിലേക്ക് പാസ് ചെയ്യാം അല്ലേ? തനി കർണാടക ചായയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ പാല് കുറെ ഒഴിച്ചിട്ട് മധുരവും ഭയങ്കരമായിട്ട് തരുന്ന, ബാംഗ്ലൂരൊക്കെ കിട്ടുന്ന പോലത്തെ ചായയാണ്. ചെറിയ കപ്പിലായിരിക്കുള്ള തരുക. ഇവിടുത്തെ വെള്ളത്തിന് ഭയങ്കര ക്ഷാരഗുണമാണ്. ആൽക്കലൈൻ വാട്ടർ ആണെന്ന് തോന്നുന്നു. ഐ മീൻ ബാംഗ്ലൂരിലത്തെ വെള്ളത്തിന്റെ ടേസ്റ്റ് ആണ് വരുന്നത്. പക്ഷെ ഇവിടെ രാത്രി ഒരു കയറ്റുകട്ടിലൊക്കെ വിരിച്ച് കിടക്കാൻ എന്ത് രസമായിരിക്കും അല്ലേ? ഇവിടെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ನಿಮ್ಗೆ ಗೊತ್ತಿಲ್ಲ. ನಿಮ್ಮ ಹೆಸರು? ಸಿದ್ದಮ್ಮ ಅಂತ. ಸಿದ್ದಮ್ಮ. വർഷമല്ല, വാർഡ് 3 വാർഡ് 193 നമ്പർ. അങ്ങനെയാണ് അവർ ചോദിച്ചതേ. നിങ്ങൾക്ക് അവിടെ സ്ഥലമില്ലേ, പിന്നെ ഇതിനാണ് ഇവിടെ വന്നത്, ഇതിന്റെ മുകളിൽ കെട്ടണം എന്നൊക്കെയാണ്. നമ്മളതിന് ഭയങ്കര കോൺക്രീറ്റും ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. വേണ്ടോ, മണ്ണ് വെച്ചിട്ടാണ് ഇവർ ഇതിനെ ചെയ്തിട്ടുള്ളത്. ചുടാത്ത ഇഷ്ടിക, അതിൻ്റെ ഇടയിൽ കളിമണ്ണ്, സ്വർക്ക എന്താണ്ടൊക്കെ ചേർക്കുന്നു. സുർക്ക എന്തുകൊണ്ട് തോന്നുന്നു. ആരായാലും അയാളെ കാശ് തിന്നപ്പോൾ വഴിയിലിട്ടുണ്ട് പോയി.
പിന്നെ നമ്മൾ പറയില്ല ഭയങ്കര തറ വേണമെന്നുള്ളത് കണ്ട ഈ തറക്ക് നോക്കിയാൽ 2 കല്ല് വെച്ചിട്ടുണ്ട് അത്ര. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ലൈഫൊക്കെ ഇഷ്ടമാണ്. എനിക്ക് ഇവിടെ താമസിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ താമസിക്കുമ്പോൾ മാസം ഒരു 3-4-5-6 ലക്ഷം റുപ്യ കിട്ടണമെന്നുള്ളൂ. കിരണിനപ്പം എന്താ തോന്നുന്നത് ഇവിടെ വന്നിട്ട്? കിരൺ ഇവിടെ താമസിക്കും ഒരാഴ്ച, ഒരു ദിവസം, ഒരു 10 ദിവസം, ഒരു മാസമൊക്കെ? ഒരു മാസമൊന്നുമല്ല, ഒരു 3-4-5 ദിവസമൊക്കെ താമസിക്കും. മീൻസ് ഒരു മാസമൊക്കെ എനിക്ക്. കിരൺ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡ് കൂടിയാണ് കേട്ടോ. നമ്മൾ കുറച്ച് ടൂർ പ്രോഗ്രാം ഒക്കെ പ്ലാൻ ചെയ്യുന്നതിൽ പുള്ളി കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളി ഇങ്ങനെയാ മുണ്ടൊക്കെ 10 മിനിറ്റ് കൊണ്ട് ഉണങ്ങിക്കിട്ടോ. അതിനും മാത്രം കൊണേറിലാണ്. ഒക്കെ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ഇട്ടു. അപ്പൊ കൂടുതൽ പെട്ടെന്ന് ഉണങ്ങും. ഇത് മൊത്തം ഇങ്ങനെ ടില്ല് ചെയ്തിടാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് വന്ന് ഏക്കർ കണക്കിന് ഇവിടെ വാങ്ങാം. അപ്പോൾ ആരെങ്കിലും ഞങ്ങളുടെ കൂടെ കൃഷിയിൽ ചേരണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. തമിഴ്നാടിൻ്റെ കർണാടകയുടെ ഒരു പ്രത്യേകതയാണ് വാളൻപുളി മരങ്ങൾ. ഇവിടെ ഗവൺമെൻറ് ഒരു വാളൻപുളി മരത്തിന് 1700 രൂപയോ മറ്റോ വെച്ച് സബ്സിഡി കൊടുക്കുന്നുണ്ട് അത്രേ. പക്ഷേ ഈ വാളൻപുളിക്ക് കിലോയ്ക്ക് ആസ് ഇറ്റ് ഈസ് എന്ന് വെച്ചാൽ തോടും ഇതൊന്നും മാറ്റാതെ കിലോക്ക് 8 രൂപയാണ് ഇവർക്ക് കിട്ടുന്നത് കേട്ടോ. സോ പ്രത്യേകിച്ച് കൃഷിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ കടന്നോളും. ഹലോ ഗുരു. ഇല്ലേ? ബാലകൃഷ്ണൻ ഫ്രണ്ട്. ഇത് ക്യുക്കമ്പറാ? വെള്ളത്തിനൊരു കുഴപ്പമില്ല. ബോർവെൽ ഇവിടെ ഉണ്ട്. പുള്ളി കാണിച്ചു തരാന്നാ പറയുന്നത്. ഇവിടുത്തെ ഒരു തരം പുല്ലാണ് ഇത്. എതുക്ക്? തിന്നതുക്ക്. പശുക്ക്. ഓ അത് ഒളകടെ. ഇതിന്റെ ഉള്ളിലാണ് ബോർവെൽ ഉള്ളത്. ഇതൊക്കെയാണ് ഇവിടെ പശുക്കൾ. ഉച്ചക്കലത്തെ ഫുഡും ഞങ്ങൾ അങ്ങനെ ഇവിടെ തന്നെ ഉണ്ടാക്കി. ഇവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ മൊത്തത്തിൽ. ഇന്നലത്തെ ചിക്കൻ കറിയുടെ ബാക്കിയുണ്ട്. മുട്ട പൊരിച്ചതുകൊണ്ട്. അപ്പൊ ഇത്രയുമാണ് ഉച്ചക്കലത്തെ ഫുഡ്. ഇനി ഞങ്ങൾ പോവാണ് ഇവിടെ നിന്ന്.